നമസ്കാരം, ഏവർക്കും ഒരിക്കൽ കൂടി ഹൈസ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ പ്ലാസ്റ്റിക്കും നാനോ പ്ലാസ്റ്റിക്കും അതിൻ്റെ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്, ആഘാതത്തെക്കുറിച്ചാണ്. ഞാൻ പറയാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം മാത്രമാണ്. ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്, വളരെ സങ്കീർണമായ ആരോഗ്യ പ്രശ്നമാണ്. നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടാണിത്. അതുകൊണ്ട് ഈ വിഷയം, ഞാൻ ഈ പറഞ്ഞ മൈക്രോ പ്ലാസ്റ്റിക്, നാനോ പ്ലാസ്റ്റിക് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഗൂഗിൾ വഴിയും മറ്റുള്ള രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു വിഷയം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു ATM കാർഡിൻ്റെ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ദിവസവും കഴിക്കുന്നെന്നാണ് കണക്ക്. മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള പ്ലാസ്റ്റിക് കണങ്ങളെയാണ്. ഇതാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നമ്മൾ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അത് ഈ മൃഗങ്ങളായാലും പക്ഷികളായാലും അല്ലെങ്കിൽ ഈ മീനുകൾ, കടലിലൊക്കെ ഇഷ്ടംപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണെന്ന് പറയുന്നത്, വേസ്റ്റ് ഡംപ് ചെയ്തേക്കണം. അതൊക്കെ മീനുകൾ ഭക്ഷിക്കുകയും അവ ഭക്ഷിക്കുന്ന വഴി നമ്മൾ അവരെ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നാനോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 100 നാനോ മീറ്ററിൽ താഴെ വലിപ്പമുള്ള പ്ലാസ്റ്റിക് കണകളാണ് നാനോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. സാധാരണ ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഡീഗ്രേഡ് ചെയ്യും. അതായത് ഉദാഹരണം, നമുക്കത് നമ്മുടെ 100 നാനോ മീറ്റർ എന്ന് പറയുമ്പോൾ അത് ആലോചിച്ച് നോക്കുക, നമ്മൾ സാധാരണ കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ വെള്ളം ഫ്രിഡ്ജിൽ വെക്കുകയും, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ചോക്ലേറ്റ് ആയാലും ഉൽപ്പന്നങ്ങളായാലും ഒക്കെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കിട്ടുന്നത്. അത് എല്ലാ സാധനങ്ങളും, ഐസ്ക്രീമും എല്ലാം അപ്പോൾ അതിങ്ങനെ ഫ്രീസറിൽ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ ടച്ചിൽ ഡയറക്റ്റായിട്ട് ഈ ഭക്ഷ്യസാധനങ്ങളോട്ട് കണക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഇതെല്ലാം ഈ പറയുന്ന ഭക്ഷ്യസാധനങ്ങൾക്ക് വരികയും അത് നമ്മൾ കഴിക്കുക വഴി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക് ആയാലും നാനോ പ്ലാസ്റ്റിക് ആയാലും നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ ഈ പറയുന്ന വായുവിലും ജലത്തിലും മണ്ണിലും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ എത്തുകയും അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ശാസ്ത്ര ലോകം തെളിയിക്കുന്നത്. അപ്പം പരമാവധി ഇത്തരം സാധനങ്ങൾ, ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കാനും ഇത് വലിച്ചെറിയാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇത് കറങ്ങിത്തിരിഞ്ഞ് നമ്മൾക്ക് തന്നെ വളരെ ദോഷം ചെയ്യുന്നു. കാരണം ഈ നാനോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നേരെ സെൽസിൻ്റെ ഘടനയെ വരെ ബാധിക്കുമെന്ന് പറയുന്നത്. നമ്മുടെ സെൽസിൻ്റെ സ്ട്രക്ചറൽ ഡിഫോർമേഷൻ വരെ സാധ്യതമാകും. അത് പല അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള വലിയ വലിയ അസുഖങ്ങൾ. കാരണം ചെറിയ തോതിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ നമ്മൾ കാണുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറേ സമയം എടുത്ത് അത് അക്യുമുലേറ്റ് ചെയ്ത് ഒരു വലിയൊരു വിഷയമായി തന്നെ മാറും നമ്മുടെ ശരീരത്തിനകത്ത്, നാനോ പ്ലാസ്റ്റിക് ആയാലും മൈക്രോ പ്ലാസ്റ്റിക് ആയാലും. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള ഒരു ബോധവൽക്കരണം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം കുപ്പിയായിട്ട് വെക്കുന്ന ആ പ്ലാസ്റ്റിക്കും നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സേ നോ ടു പ്ലാസ്റ്റിക്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ഹൈസ്കൂൾ. ഹാവ് എ ഗുഡ് ഡേ.